ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നാരങ്ങാച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഒപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് 3 ചെറുനാരങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ആദ്യം വേവിക്കണം. അതിനായി ഞാൻ ഒരു കുക്കറിൽ എടുത്തിട്ട് 3 നാരങ്ങ ഇതിലേക്ക് ഇട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുവാണ്. ഒരു 5 വിസിലടിക്കുന്നത് വരെ ഞാനിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എത്ര എടുക്കാം കേട്ടോ. ചെറുനാരങ്ങയുടെ എണ്ണമൊക്കെ ഞാനിപ്പോൾ ഒരു 2 ആൾക്ക് ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ആക്കാൻ പറ്റുന്നതുകൊണ്ട് കുറച്ച് ആക്കിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 5 വിസിൽ എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് കാണിച്ചു തരാം. നന്നായി വെന്തിട്ടുണ്ട് ചെറുനാരങ്ങ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിനായി ഞാൻ ആദ്യം ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കടുക് ഇതാ പൊട്ടിത്തെറിക്കുന്നുണ്ട് ചൂടായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവ കൂടി നമുക്കിതുപോലെ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ ഉലുവ കൂടി എടുത്തിട്ടിട്ടുണ്ട്. അത് നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച കടുകിനോടൊപ്പം തന്നെ ഉലുവയും കൂടി ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അച്ചാറിലേക്കുള്ള മസാലപ്പൊടിയായി ഞാനിവിടെ അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറുനാരങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത കടുകും ഉലുവ മിക്സറും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് കൂട്ടുമൊക്കെ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് ചെറിയൊരു എരിവ് മതി, അതുകൊണ്ട് ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. ഇനി ഇതിനെ നമുക്കൊന്ന് കാച്ചി ഒഴിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത നാരങ്ങാച്ചാറിലേക്ക് എണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ റെഡി ആവാനായി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിത് വെച്ച് കുറേ ദിവസം വെക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ കയ്പ്പ് ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ അച്ചാർ റെഡിയായി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അച്ചാർ വീട്ടിലെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ. താങ്ക് യു ഫോർ